പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടില് ക്യാമ്പസ് കൊലപാതകങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ്. ഒരു പക്ഷെ എനിക്ക് തോന്നുന്നത് പലപ്പോഴും പല വാർത്തകളും നമ്മൾ പുറം ലോകം അറിയുന്നില്ല. അത് അവർക്കിടയിൽ തന്നെ മുങ്ങുകയാണ് പതിവ്. കാരണം അക്രമ രാഷ്ട്രീയമാണ് പ്രധാനം. പിന്നെ ഭരിക്കുന്ന പാർട്ടിയുടെ യുവ സംഘടനകളോ അതല്ലെങ്കിൽ അവർക്കിടയിലുള്ള കലാലയ അക്രമ രാഷ്ട്രീയമോ ഒക്കെ ആണെങ്കിൽ പുറം ലോകം അറിയില്ല. പ്രത്യേകിച്ച് നമുക്കറിയാം, സിദ്ധാർത്ഥൻ എന്ന യുവാവിനെ വളരെ മാരകമായി മർദ്ദിച്ചവശനാക്കി, കുടിക്കാൻ വെള്ളം പോലും കൊടുക്കാതെ വിരലുകൾ കൊണ്ട് കഴുത്തമർത്തി, ശ്വാസം മുട്ടിച്ച് അടിച്ചും ഇടിച്ചും ക്രൂരമായി ചവിട്ടിയും മാർഷൽ ആർട്സിന്റെ എല്ലാ സ്റ്റെപ്പുകളും ആ ശരീരത്തിൽ പരിശീലിച്ച ആളുകളൊക്കെ വളരെ കേമന്മാരാണ്. പണച്ചാക്കുകളുടെ മക്കളാണ്, പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉള്ള ആളുകളുടെ മക്കളാണ്. കൂടി നിന്ന 150 പേരെയും ഭീഷണിപ്പെടുത്തി നിശബ്ദരാക്കാൻ ആ യുവാക്കൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ആളുകൾ ഇത് പുറത്തു പറയുന്നത്? പ്രത്യേകിച്ച് കുട്ടികളാണ്, അവർക്ക് ഭാവിയുണ്ട്. അവരുടെ വീട്ടുകാരും അവരെ പിന്തിരിപ്പിക്കും. വേണ്ട, നിങ്ങളിപ്പോൾ പറയാൻ പോകണ്ട, നിങ്ങൾ പഠിക്കാനാണ് പോയത്, നിങ്ങൾ പോയി പഠിച്ചിട്ട് മടങ്ങി വരാൻ പറയും. നാളത്തെ ഇര നമ്മുടെ കുട്ടിയാണെന്ന് ചിന്തിക്കുന്നില്ല. ഇപ്പോഴിതാ നമ്മൾ ഇന്തിഫാദ ഏറെ ചർച്ചയായി. എങ്ങനെയാണ് ഒരു കലോത്സവത്തിന് സായുധ കലാപം എന്ന് പേരിടുന്നത് എന്ന് ചോദിച്ചു. ഇസ്രായേലികൾക്കെതിരെ പലസ്തീൻ പ്രയോഗിക്കുന്ന പദമാണ് എന്ന് പറഞ്ഞ് അതിനു വേണ്ടിയിട്ട് പിടിച്ചു നിന്ന് ഒടുവില് അത് നിരോധിക്കുകയാണ് ഉണ്ടായത്, ആ പേര് തന്നെ. ഇപ്പോഴിതാ ഒരു ഇര വന്നിരിക്കുകയാണ്. അതിന് നമ്മൾ കണ്ടു. തിരുവനന്തപുരത്താണ് ഈ കേരള സർവകലാശാല യൂണിയന്റെ കലോത്സവത്തില് ഇന്തിഫാദ പേരിന്റെ വലിയ രൂപത്തിലുള്ള ആരോപണം ഉണ്ടാകുന്നത്. ഇപ്പോൾ ഈ സർവകലാശാല യൂണിയൻ കലോത്സവത്തില് കോഴ ആരോപണം നേരിട്ട് SFI പ്രവർത്തകരുടെ അതിക്രൂരമായ മർദ്ദനത്തിനിരയായി ജീവനൊടുക്കിയ കണ്ണൂർ ചൊവ്വ സൗത്തിലെ സഹദേവന്റെ മകനായ ഷാജി പൂത്തട്ട PN ഷാജി 51-കാരനാണ്. ജീവനൊടുക്കിയ സംഭവത്തിൽ CPM രാഷ്ട്രീയ പ്രതിരോധത്തിലായി. സിദ്ധാർത്ഥന്റെ കൊലപാതകം കഴിഞ്ഞ് അധികമായിട്ടില്ല. അതിന്റെ അഗ്നി ഇതുവരേക്കും കെട്ടുപോയിട്ടില്ല. അത് അങ്ങനെ തന്നെ നിലനിൽക്കുമ്പോഴും അതിന്റെ പിന്നിലുള്ള തട്ടമിട്ട പെണ്ണിനെ കണ്ടുപിടിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഉമ്മച്ചിക്കുട്ടിയാണ് ഇതിന്റെ പിന്നിലെന്ന് എല്ലാ മാധ്യമങ്ങളും പറയുമ്പോഴും അവളുടെ ഒരു ചിത്രത്തിനോ അവളുടെ പേരോ പോലും പുറത്തു പറയാൻ ഭയക്കുന്ന മാധ്യമങ്ങളിൽ നിന്ന് നമ്മൾ എന്ത് സത്യമാണ് പ്രതീക്ഷിക്കേണ്ടത്? ഷാജിയുടെ മരണത്തിന് ഉത്തരവാദി SFI ആണ് എന്ന ആരോപണവുമായി KPCC അധ്യക്ഷൻ K സുധാകരനും KSUവും രംഗത്ത് വന്നതോടുകൂടിയാണ് ഇത് കൂടുതൽ ചർച്ചയ്ക്ക് വിഷയമാകുന്നത്. തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമോ എന്ന ആശങ്കയാണ് CPM നേതൃത്വം മുന്നോട്ട് വെക്കുന്നത്. കാരണം നമ്മൾ ചെയ്യുന്നതെല്ലാം ഒളിക്കാനും മറയ്ക്കാനും, അത് പുറം ലോകം അറിയാതിരിക്കാനും, അതിനെ എങ്ങനെയെങ്കിലും ഒന്ന് പെയിന്റ് അടിച്ച് വെളുപ്പിക്കാനും PR വർക്കുകളാണ് പബ്ലിക്കിൽ നടക്കുന്നത്. ഷാജിയുടെ താഴെ ചൊവ്വ സൗത്ത് റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള വീട് CPM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതിയും ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി TV രാജേഷും ചൊവ്വാഴ്ച ഉച്ചയോടെ സന്ദർശിച്ചു. ഷാജിയുടെ അമ്മ ലളിത പൂത്തട്ടയെ CPM നേതാക്കൾ ആശ്വസിപ്പിച്ചു. നമുക്കറിയാം, പിന്നെ ഏത് സിനിമയാണ്, നമ്മുടെ CBI ഡയറി കുറിപ്പ് പോലെ നേരറിയാൻ CBI എന്ന് പറയുന്ന മമ്മൂട്ടിയുടെ ഒരു സിനിമയുണ്ടല്ലോ. ആ സിനിമയില് പൗരസമിതി എന്നും പറഞ്ഞ് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആളെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ജഗദീഷ്. ഈ കേസ് പോലീസിന്റെ അന്വേഷണം തൃപ്തകരമല്ല, അതുകൊണ്ട് ഇത് CBI അന്വേഷിച്ചേ പറ്റൂ എന്ന് പറഞ്ഞു മുമ്പിൽ നിൽക്കുന്ന പൗരസമിതിയുടെ ആളാരാ? ജഗദീഷ്. ഒടുവിൽ അന്വേഷണമെല്ലാം പൂർത്തീകരിച്ച് കേസ് തെളിഞ്ഞു വന്നപ്പോൾ ഇതിലെ പ്രതി ആരാ? ജഗദീഷ് തന്നെ. എന്ന് പറഞ്ഞതുപോലെ വേലി തന്നെ വിളവ് തിന്നുകയാണ്. നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, കള്ളന്റെ കയ്യിലാണല്ലോ താക്കോൽ എന്ന് പറയുന്ന പോലത്തെ അവസ്ഥയാണ് നമ്മുടെ നാടിൻ്റെത്. കലോത്സവ സംഘാടക സമിതിക്ക് വിദ്യാർത്ഥികൾ നൽകിയ പരാതിയാണ് പോലീസിന് കൈമാറിയതെന്നും K സുധാകരന്റെ ആരോപണം വില കുറഞ്ഞതാണെന്നും PK ശ്രീമതി ഇതിനുശേഷം മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചു. കാടടച്ച് വെടിവെക്കുന്നത് സുധാകരന്റെ സ്ഥിരം ശൈലിയാണെന്നും ഷാജിയുടെ മരണത്തിൽ സർക്കാർ ഊർജിതമായ അന്വേഷണം നടത്തുമെന്നും PK ശ്രീമതി പറഞ്ഞു. സിദ്ധാർത്ഥന്റെ കൊലപാതകത്തിന്റെ അന്വേഷണം എവിടെ എത്തി? അഭിമന്യു എന്ന് പറയുന്ന
യുവാവ് ഞാൻ പെറ്റ മകനെ എന്ന് പറഞ്ഞ അമ്മ നിലവിളിച്ചത് നമ്മൾ മറന്നിട്ടില്ല. ആ കൊലപാതകത്തിൽ ക്യാമ്പസ് ഫ്രണ്ടിന്റെ എത്ര പ്രതികളെയാണ് പിടിച്ചത്? കേസ് ഫയൽ എവിടെ? കോടതിയിൽ നിന്ന് വരെ കേസ് ഫയൽ കാണാനില്ലാത്ത സാഹചര്യമാണെങ്കിൽ സിദ്ധാർത്ഥന്റെയും അഭിമന്യുവിന്റെയും ഒക്കെ കൊലപാതകം ഇതുവരേക്കും തെളിഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, പ്രതികൾക്ക് വേണ്ടത്ര രൂപത്തിൽ ശിക്ഷ ഉറപ്പുവരുത്താനും സാധിക്കാത്ത സാഹചര്യത്തിൽ ഷാജിയും അതുപോലെ തന്നെ ഒരു കേസ് ഫയലായി അവശേഷിക്കുമോ എന്നത് മാത്രമാണ് നമുക്കറിയേണ്ടത്. അഭിമന്യുവിന്റെ കൊലപാതക കേസ് എവിടെ എത്തി? ഞങ്ങൾക്കത് അറിയണ്ടേ? നമുക്കത് അറിയാൻ ഉത്തരവാദിത്വമുണ്ട്, ബാധ്യതയുമുണ്ട്. ആ കേസ് ഫയൽ കോടതിയിൽ നിന്ന് പോലും കാണാതാകുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നെങ്കിൽ സാധാരണക്കാരൻ ആരെ വിശ്വസിക്കണം? അപ്പോ ഷാജിയുടെ മരണത്തിൽ സർക്കാർ ഊർജിതമായി അന്വേഷണം നടത്തുമെന്നാണ് PK ശ്രീമതി പറഞ്ഞത്. ഊർജിതമായി അന്വേഷണം നടത്തിയിട്ട് എല്ലാ പ്രതികളെയും ഇക്കഴിഞ്ഞ കേസുകളിലൊക്കെ ശിക്ഷിച്ചിട്ടുണ്ടോ? പോലീസ് നടത്തുന്ന അന്വേഷണത്തിലൂടെ സത്യാവസ്ഥ പുറത്തു വരട്ടെ എന്നാണ് CPM കണ്ണൂർ ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി TV രാജേഷ് പറഞ്ഞത്. ശരി, അന്വേഷിക്കട്ടെ, പ്രതികൾക്ക് ശിക്ഷ കിട്ടുമെന്ന് ഞങ്ങൾ ഈ വിഷയത്തിലെങ്കിലും ഒന്ന് പ്രതീക്ഷിച്ചോട്ടെ. PN ഷാജിയുടെ മരണത്തിലെ ദുരൂഹത നീക്കണമെന്നും സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോഴയാരോപണം, കലോത്സവം നിർത്തിവെക്കാനുണ്ടായ സാഹചര്യം എന്നിവയെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് ഗവർണർക്ക് KSU നിവേദനം നൽകുമെന്നും അലോഷ്യസ് സേവ്യർ പറഞ്ഞിട്ടുണ്ട്. കലോത്സവം പുനരാരംഭിക്കണമെന്നും ഗവർണറോട് ആവശ്യപ്പെടും. കോഴയാരോപണങ്ങൾ ഏറെ കാലമായി ഉയർന്നിട്ടും SFIയോ സംഘാടക സമിതിയോ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടില്ല. കോഴ വിഷയത്തിൽ സംഘാടക സമിതിക്കും പങ്കുണ്ടോ എന്ന് സംശയിക്കുന്നതായി അലോഷ്യസ് ചൂണ്ടിക്കാണിച്ചു. തന്റെ മകൻ ഷാജി പൂത്തട്ട ഒരിക്കലും കോഴപ്പണം വാങ്ങി വിധി നിർണയം നടത്തിയിട്ടില്ല എന്ന അമ്മ ലളിത പൂത്തട്ടയും പറയുന്നു. 35 വർഷത്തിലേറെ കാലമായി കലാരംഗത്ത് പ്രവർത്തിക്കുന്ന തന്റെ മകൻ ഒരിക്കലും ഇത് ചെയ്യില്ലമ്മേ ഞാൻ എന്ന് കേസിലെ പ്രതിയായതിനു ശേഷം തിരുവനന്തപുരത്ത് നിന്നും എത്തിയ ആകെ അവശനും ക്ഷീണിതനുമായ മകൻ തന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് അമ്മ ലളിത വെളിപ്പെടുത്തുന്നു. അവന്റെ മുഖത്തെ കരുവാളിപ്പും കലകളും ഉണ്ടായിരുന്നു. നിനക്ക് അടി കൊണ്ടിരുന്നോ മോനെ എന്ന് ചോദിച്ചപ്പോൾ ഇല്ലമ്മേ എന്ന് പറഞ്ഞു. ആരോ അവനെ ചതിച്ചതാണ്, പണം വാങ്ങുന്നവനാണെങ്കിൽ ഈ വീട് ഇങ്ങനെ ആകുമോ എന്ന് ഷാജിയുടെ അമ്മ ലളിത തകരാറായ പഴയ വീട് ചൂണ്ടിക്കാണിച്ചു ചോദിച്ചു. മേൽക്കൂര പൊളിഞ്ഞു, കഴുക്കോല് കാണുന്നില്ലേ, നിലത്തിട്ട സിമെന്റ് എല്ലാം പൊട്ടിപ്പൊളിഞ്ഞു പോയി. തിരുവനന്തപുരത്ത് നിന്നും ക്ഷീണിതനായി എത്തിയ ഷാജി ഭക്ഷണമൊന്നും കഴിച്ചില്ലെന്നും യാത്രയിൽ മടങ്ങി വരുമ്പോൾ കൊണ്ടുവന്ന അവലും മിക്സറും തിന്നോളാമെന്നും പറഞ്ഞെന്നും ഉച്ചയ്ക്ക് അവന്റെ കൂട്ടുകാരൻ വീട്ടിൽ കാണാനെത്തിയിരുന്നു. തന്റെ നിർബന്ധം കാരണം അവൻ രണ്ടുപേരും ഒരു പിടി ചോറ് വാരി തിന്നെന്നും ഇതിനുശേഷം ഷാജി ഉറങ്ങാൻ കിടന്നെന്നും അമ്മ ലളിത പറയുന്നു. വൈകുന്നേരം 6:30 അവൻ എഴുന്നേൽക്കാതിരുന്നതിനെ തുടർന്നാണ് സംശയം തോന്നി അവന്റെ സഹോദരനെയും പോലീസിനെയും വിളിച്ചത്. പോലീസ് എത്തിയാണ് കതകുകൾ ബലമായി തുറന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതെന്നും ലളിത പറഞ്ഞു. താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പലതവണ മകൻ കരഞ്ഞു പറഞ്ഞിരുന്നു. ഷാജിയുടെ സഹോദരനും നാട്ടുകാർക്കും ഷാജി തെറ്റൊന്നും ചെയ്തില്ല എന്ന് തന്നെയാണ് വിശ്വസിക്കാൻ താല്പര്യം. അവർ പറയുന്നതും അങ്ങനെ തന്നെയാണ്. നാട്ടുകാർക്ക് പ്രിയങ്കരനായ കലാകാരന്റെ അപ്രതീക്ഷിതമായ വിയോഗത്തിൽ നടുങ്ങിയിരിക്കുകയാണ് കണ്ണൂർ സൗത്ത് റെയിൽവേ പോലീസ് സ്റ്റേഷന് സമീപത്തെ ഈ ഗ്രാമം. ഇങ്ങനെ സാധാരണക്കാരും നിരപരാധികളുമായ ആളുകളെ അടിച്ചു കൊല്ലുന്ന ഒരു സമീപനം ഇവർ തന്നെ സ്വീകരിച്ചാൽ സാധാരണക്കാരൻ നീതിക്ക് വേണ്ടി ഏതു വാതിലാണ് മുട്ടേണ്ടത്? ഇവര് വീണ്ടും വീണ്ടും വേട്ടക്കാരാകുകയും ഇരകളെ സൃഷ്ടിച്ചു വിടുകയും ചെയ്യുവാണ്. ഇന്തിഫാദ എന്ന് ഈ കലോത്സവ വേദിക്ക് പേര് നൽകിയപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ വലിയ രൂപത്തിലുള്ള വിമർശനം ഉയർന്നു വന്നിരുന്നു. എങ്ങനെയാണ് ഈ കലോത്സവ വേദിക്ക് സായുധ കലാപം എന്നർത്ഥം വരുന്ന രൂപത്തിൽ ഇന്തിഫാദ എന്ന പേര് നൽകുന്നത്? ആ പേരിനെ അന്വർത്ഥമാക്കിയ SFIക്ക് എല്ലാവിധത്തിലുള്ള അഭിവാദ്യങ്ങളും നേരുന്നു. നന്ദി.